നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് തകർത്ത സംഭവത്തിൽ PV അൻവർ MLA അറസ്റ്റ് ചെയ്യാൻ നീക്കം. നിലമ്പൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം PV അൻവറിന്റെ വീട്ടിൽ. PV അൻവർ ഉൾപ്പെടെ 11ഓളം പേർക്കെതിരെയാണ് കേസ്. ശാന്തകുമാർ വെള്ളാലത്ത് കൂടുതൽ വിവരങ്ങൾ നൽകും. ശാന്തകുമാർ, എന്താണ് അവിടുത്തെ സാഹചര്യം, വിവരങ്ങൾ? സംഗീത, ഇന്ന് രാവിലെയാണ് ഫോറസ്റ്റ് ഓഫീസിന്റെ മുന്നിൽ സമരം ഉണ്ടാവുകയും അവിടെ അക്രമം ഉണ്ടാവുകയും ചെയ്ത് PV അൻവറിന്റെ DMKയുടെ നേതൃത്വത്തിൽ ആ സമരത്തിൽ പങ്കെടുത്ത കണ്ടാലറിയാവുന്ന 11ഓളം പേർക്കെതിരെയാണ് പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം, അതായത് പൊതുമുതൽ നശിപ്പിക്കൽ, ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ ചേർത്ത് 4 പേരെ നേരത്തെ കസ്റ്റഡി എടുത്തിരുന്നു. 11 പേർക്കെതിരെയാണ് ആകെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. PV അൻവർ ഉൾപ്പെടെ 11 പേരാണ്. അതിൽ 4 പേർ നേരത്തെ കസ്റ്റഡിയിലുണ്ട്. അവരെ മെഡിക്കൽ പരിശോധനയ്ക്കും മറ്റുമായി ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതിനിടയിലാണ് നിലമ്പൂർ DYSP, നിലമ്പൂരിലെ CI എന്നിവരുടെ നേതൃത്വത്തിൽ PV അൻവറിന്റെ വസതിയിലേക്ക് ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്നത്. അൻവറിനെ അറസ്റ്റ് ചെയ്യാൻ തന്നെയാണ് DYSP നേതൃത്വത്തിലുള്ള വൻ പോലീസ് സന്നാഹം തന്നെ വീടിന് മുന്നിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. വലിയ സംഘം പോലീസ് തന്നെയുണ്ട്. DYSPയുടെ നേതൃത്വത്തിൽ PV അൻവറിനെ അറസ്റ്റ് ചെയ്യാൻ തന്നെയാണ് നീക്കമെന്ന് തന്നെയാണ് അറിയുന്നത്. അതായത് ജാമ്യമില്ലാ വകുപ്പുകളാണ് ചേർത്തുള്ളത്. പൊതുമുതൽ നശിപ്പിക്കൽ, ഒപ്പം തന്നെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ എന്നീ വകുപ്പുകൾ ചേർത്താണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് PV അൻവറിനെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അൻവറിന്റെ നിലമ്പൂരിനടുത്ത് ഒതായിലുള്ള വീട്ടിലേക്ക് നിലമ്പൂർ DYSP നേതൃത്വത്തിലുള്ള വലിയ പോലീസ് സംഘം എത്തിയിരിക്കുന്നത്. അറസ്റ്റ് ഉടനെ ഉണ്ടാവുമെന്ന് തന്നെ അറിയുന്നത്. പക്ഷേ PV അൻവർ വീടിനകത്തുണ്ട്. അദ്ദേഹം പോലീസുമായി സംസാരിക്കാൻ തയ്യാറായിട്ടില്ല. ഉടനെ പുറത്തേക്ക് വരും എന്നാണ് അറിയുന്നത്. സംഗീത, അതായത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല, അങ്ങനെയാണോ? വീട്ടിൽ പ്രവേശിച്ചിട്ടുണ്ട്. വീടിന് അകത്തേക്ക് അൻവറിന്റെ ഓഫീസും ആ വീടിനകത്ത് തന്നെയാണ്. MLA എന്നുള്ള രീതിയിലുള്ള ഓഫീസ്. അൻവർ അതിനകത്ത് ഉണ്ട്. അവിടെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. അരമണിക്കൂറിലധികമായി പോലീസ് അവിടെ കാത്തു നിൽക്കുകയാണ്. ഇതുവരെയായിട്ടും അൻവർ പുറത്തേക്ക് വന്നിട്ടില്ല. പക്ഷേ ഏതാനും സമയത്തിനകം അങ്ങനെയാണെങ്കിൽ അറസ്റ്റ് ഉണ്ടാവുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ശക്തമായ വകുപ്പുകളുമായി ചേർത്തുകൊണ്ട് വലിയ നിയമ നടപടികളിലേക്ക് പോകാൻ തന്നെയാണ് പോലീസ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. വനം വകുപ്പിന്റെ ഓഫീസാണ് ഇന്ന് രാവിലെ ആക്രമണത്തിന് ഇരയായത്. അതിൽ അൻവറിന്റെ പാർട്ടിയിൽപ്പെട്ട 11ഓളം പേരുണ്ടായിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ കേസ്. അൻവർ വീട്ടിലുണ്ട്, പക്ഷേ അദ്ദേഹം വീടിന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. പോലീസ് വീടിന് പുറത്ത് കാവൽ നിൽക്കുന്നു. പോലീസ് വീടിന്റെ ഗേറ്റിന് പുറത്ത് വലിയൊരു സംഘം പോലീസും കാത്തു നിൽക്കുകയാണ്. സംഗീത, ശാന്തകുമാർ, ഇന്ന് രാവിലെ തന്നെ ഇക്കാര്യത്തിൽ FIR രജിസ്റ്റർ ചെയ്തിരുന്നു. ഇക്കാര്യത്തിൽ ഒരു അറസ്റ്റിലേക്ക് പോകുമെന്നുള്ളൊരു സൂചന അൻവറിന് ഈ ഘട്ടത്തിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നോ? വൈകിട്ട് 5 മണിയോടുകൂടി കേസെടുക്കാൻ സാധ്യതയുണ്ട് എന്ന് അറിഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട 4 പേരെ ഇതിൽപ്പെട്ട 4 പേരെ അവർ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു പോലീസ്. അതിനുശേഷമാണ് 11 പേരെ കണ്ടാലറിയാവുന്ന 11 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നുള്ളത് പിന്നീടാണ് അറിയുന്നത്. അതിനൊപ്പം തന്നെ PV അൻവർ MLAയും ഉണ്ട് എന്നുള്ളത് അറിയുന്നു. അങ്ങനെയാണ് PV അൻവർ MLAയും ചേർത്തുകൊണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ അറസ്റ്റിലുള്ള നടപടികളിലേക്കാണ് പോലീസ് ഇപ്പോൾ നീങ്ങുന്നത്. അതായത് നിലവിൽ ഇപ്പോൾ ഈ വിഷയത്തിൽ 4 പേരാണ് കസ്റ്റഡിയിലുള്ളതല്ലേ? 4 പേർ ഓൾറെഡി നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. അവരെ വൈദ്യ പരിശോധനയ്ക്കും മറ്റുമായി ആശുപത്രിയിലേക്ക് പോലീസ് മാറ്റിയിരിക്കുകയാണ്. അതിനിടയിൽ തന്നെയാണ് നിലമ്പൂർ DYSPയുടെ നേതൃത്വത്തിൽ MLA അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഒതായിലുള്ള വസതിയിൽ എത്തിയിരിക്കുന്നത്. അദ്ദേഹം അവിടെ കുടുംബമായി താമസിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ മക്കളോ എല്ലാവരും അവിടെ തന്നെ ഉണ്ട്. അപ്പോഴാണ് ഈ അൻവറിനെയും കൂടി അറസ്റ്റ് ചെയ്യുന്നുള്ള നടപടിയുമായി നിലമ്പൂർ DYSPയുടെ നേതൃത്വത്തിലുള്ള വൻ പോലീസ് സംഘം ഇപ്പോൾ അവിടെ ക്യാമ്പ് ചെയ്യുന്നത്. അതിന്റെ ഇതുവരെയും പുറത്തിറങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് അകത്ത് കയറി അറസ്റ്റ് രേഖപ്പെടുത്തുകയോ ഇല്ലെങ്കിൽ മറ്റു നോട്ടീസ് നൽകുകയോ ചെയ്യാനുള്ള സാധ്യതയാണ് പിന്നീടുള്ളത്. ശാന്തകുമാർ, ഈ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ എത്തരത്തിലായിരിക്കും ഇനിയുള്ള മണിക്കൂറുകളിൽ? വളരെ നിർണായകമാണ്. ഇതിപ്പോഴാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. അൻവറിന്റെ അനുയായികൾ അൻവറിന് വലിയ തോതിൽ സംഘടിക്കാനുള്ള സാധ്യതയുണ്ട്. അത് കണക്കാക്കി തന്നെയാണ് പോലീസും വലിയ തോതിലുള്ള ഒരു പോലീസ് സന്നാഹം തന്നെ അവിടെ ഒരുക്കിയിരിക്കുന്നത്. ക്യാമ്പിൽ നിന്നുള്ള കൂടുതൽ പോലീസുകൾ അവിടെയുണ്ട്. ഒപ്പം തന്നെ നിലമ്പൂർ CI SI ഉൾപ്പെടെയുള്ള ഉയർന്ന ഉദ്യോഗസ്ഥരും DYSP ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും എല്ലാവരും ഇവിടെ ക്യാമ്പ് ചെയ്ത് തന്നെയാണ് ഇതിനുള്ള നടപടികളെ മുന്നോട്ട് പോകുന്നത്. ഏത് തരത്തിലും അതിനെ പ്രതിരോധിക്കുന്നതിനുള്ള എല്ലാ നടപടികളുമായി തന്നെയാണ് പോലീസ് രംഗത്തെത്തിയിരിക്കുന്നത്. അറസ്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയ നാടകീയ നീക്കങ്ങൾക്ക് വഴിവെക്കുമെന്നുള്ളത് ഉറപ്പാണ്. സംഗീത.
നിലവിൽ ഇപ്പോൾ ഈ വീടിന്റെ പരിസരത്ത് വൻ പോലീസ് സന്നാഹമുണ്ടെന്ന് ശാന്തകുമാർ സൂചിപ്പിച്ചല്ലോ. അക്കൂട്ടത്തിൽ DMK-യുടെ പ്രവർത്തകരുണ്ടോ? DMK-യുടെ പ്രവർത്തകർ വന്നു തുടങ്ങുന്നേ ഉള്ളൂ. പക്ഷെ അത്തരം പ്രവർത്തകർക്ക് ഒന്നും വീടിനകത്തേക്ക് കയറാൻ നിലവിലെ സാഹചര്യത്തിൽ കഴിയില്ല. ആ രീതിയിൽ തന്നെയാണ് വീടിന്റെ 3 ഗേറ്റുകളിലും പോലീസിന്റെ വലിയ സന്നാഹം തന്നെ ഇപ്പോൾ നിലയുറപ്പിച്ചിട്ടുണ്ട്. ആ വീടിനകത്ത് കയറി അൻവറിനെ അൻവറിനെ അറസ്റ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ വാഹനത്തിൽ കൊണ്ടുപോകുന്നതോ തടസ്സപ്പെടുത്തുന്നതിന് പോലും കഴിയില്ല. അതിനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് പോലീസും വന്നിരിക്കുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ നടക്കുന്ന പോലീസ് അതിനുള്ള തീരുമാനങ്ങളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ കൂടുതൽ പോലീസ് സന്നാഹം എത്തുന്നതിനുള്ള ശ്രമവും സംഘത്തിന്റെ പേരിൽ നിന്ന് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന ഉറപ്പാണ് സംഗീത. ശാന്തകുമാർ, അതായത് ഈ സംഭവം നടന്നപ്പോൾ മുതൽ ഇതിനകത്ത് ഈ FIR രജിസ്റ്റർ ചെയ്യുന്ന ഘട്ടത്തിലൊക്കെ അൻവറിന് എന്തെങ്കിലും തരത്തിലുള്ള സൂചനകൾ ലഭിച്ചിട്ടുണ്ടായിരുന്നോ? അതോ ഒരു സസ്പെൻസ് ആയിട്ടുള്ള ഒരു ഇടപെടലാണോ ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് പെട്ടെന്നുണ്ടായിരുന്നത്? ഇന്നലെ രാത്രിയാണ് ഒരു ചോലനായ്ക്ക് വിഭാഗത്തിൽപ്പെട്ട മണി എന്നുള്ള ഒരു യുവാവ് കാട്ടാനയുടെ ആക്രമണത്തിനിരയായി മരണം സംഭവിക്കുന്നത്. അതേ തുടർന്ന് അവരുടെ പോസ്റ്റ്മോർട്ടം നടപടികളും മറ്റുമായി വൈകുന്ന സാഹചര്യം നിലമ്പൂർ താലൂക്ക് ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. അത് വനം വകുപ്പിന്റെയും പോലീസിന്റെയും അനാസ്ഥയാണ് അതിന് പുറകില് എന്നുള്ളതായിരുന്നു DMK-യുടെ നേതൃത്വത്തിൽ അൻവറിന്റെ സംഘടനയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തകരും അൻവറും വന്ന് അവിടെ ആക്ഷേപം ഉന്നയിക്കുകയും പ്രതിഷേധം സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്തത്. അതിനിടയിലാണ് വനം വകുപ്പിന്റെ ഓഫീസ് അടിച്ചു തകർക്കുകയും ഓഫീസിലെ കസേരകളും ജനൽ ചില്ലകളും എല്ലാം അടിച്ചു തകർക്കുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീട് പോലീസ് എത്തിയാണ് ഇവരെ പുറത്തിറക്കിയത്. ആ സമയത്ത് മറ്റു നടപടിയിലേക്കൊന്നും പോവാണ്ട് പോലീസ് പോയിരുന്നില്ല. പിന്നീടാണ് അവരെ എല്ലാം പറഞ്ഞ് പിരിച്ചുവിട്ടതിന് ശേഷമാണ് വൈകിട്ടോടെ ഈ അറസ്റ്റ് നടപടികളിലേക്ക് പോകുന്നത്, കേസ് രജിസ്റ്റർ ചെയ്യുന്ന നടപടികളിലേക്ക് പോകുന്നത്. അങ്ങനെയാണ് കണ്ടാലറിയാവുന്ന 11 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും അതിൽ 4 പേരെ ആദ്യം ലഭിക്കുകയും ആ 4 പേരെ DMK പ്രവർത്തകരാണ്. ആ 4 പേരെയും പോലീസിന്റെ കസ്റ്റഡിയിൽ ആയിരുന്നു. അവരെയാണ് ഇപ്പോൾ മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോയിട്ടുള്ളത്. പിന്നീടാണ് MLA അടക്കമുള്ളവരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുന്നത്. ഇതിലിപ്പോൾ ഏതൊക്കെ വകുപ്പുകളാണ്? ജാമ്യമില്ലാ വകുപ്പുകളാണല്ലോ ചുമത്തിയിരിക്കുന്നത്. ഏതൊക്കെ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്? ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ ഉണ്ട്. അതുപോലെ തന്നെ പൊതുമുതൽ നശിപ്പിക്കൽ, ജാമ്യമില്ലാ വകുപ്പിൽ വരുന്ന പൊതുമുതൽ നശിപ്പിക്കൽ തന്നെയാണ് പ്രധാനമായും. അപ്പോൾ സർക്കാർ ഓഫീസിൽ അതിക്രമിച്ച് കയറി അക്രമം നടത്തുകയും സർക്കാർ ഓഫീസിലെ ഫയലുകളും മറ്റുള്ളതും നശിപ്പിക്കുകയും അതിൽ ഉപകരണങ്ങൾ നശിപ്പിക്കുകയും ചെയ്ത ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുന്ന വിധത്തിലുള്ള പ്രതിഷേധമാണ് നടത്തിയിട്ടുള്ളത് എന്ന് തന്നെയാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്ത വകുപ്പുകളിലും ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഗൗരവമേറിയ തന്നെയാണ്. പക്ഷേ PV അൻവർ MLA ആണ്. ഒരു MLA അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ട മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതൊക്കെ ഉണ്ടാവും. അത്തരം കാര്യങ്ങളുടെ സാധ്യതകളും സാഹചര്യങ്ങളും എന്താണെന്നുള്ളത് കൂടി പോലീസ് പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇത്തരം ഒരു അറസ്റ്റിലേക്ക് അദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ സാധ്യത സംഗീത. ശരി ശാന്തകുമാർ.